ഹലോ സാച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റവ വെച്ചിട്ട് നല്ലൊരു കാരമൽ പുഡിങ്ങാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ പഞ്ചസാരന്ന് കാരമലൈസ് ചെയ്യണം. അതിനായിട്ട് ഒരു 2.5 to 3 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര എടുക്കാം. ഇനി അതൊന്ന് മെൽറ്റ് സൈഡൊക്കെ ഒന്ന് കളർ മാറി വരുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ കളറായിട്ട് കിട്ടണം. അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ, പെട്ടെന്ന് കരിഞ്ഞു പോവും. നമ്മൾ ഇതുപോലത്തെ ഒരു മോൾഡ്, ഞാനൊരു ചെറിയ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് നെയ്യൊന്ന് പുരട്ടി വയ്ക്കാം. പഞ്ചസാരയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഫ്ലെയിം നല്ലോണം കുറച്ച് വയ്ക്കണം. നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചൂടോടുകൂടെ തന്നെ വേഗം ഈ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നല്ല തിക്കായതുകൊണ്ട് പെട്ടെന്ന് അത് തണുത്ത് കട്ടയായി പോവും. അപ്പോൾ ഇത് മുഴുവനും സ്പ്രെഡ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട. വീണ്ടും നമുക്ക് ഈ മോൾഡ് തന്നെ ഒരു ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് മീതെ വെച്ചാൽ അതിങ്ങനെ കുറച്ചുരുക്കി എല്ലാ ഭാഗത്തേക്കും നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. കണ്ടോ? അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് ചെയ്തു, എല്ലാ ഭാഗത്തേക്ക് സ്പ്രെഡായിട്ടുണ്ട്. ഇനി ആ പാൻ കഴുകി മാറ്റണ്ട, നമുക്ക് അതിലേക്ക് തന്നെ പാലൊഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ടോട്ടലായിട്ട് പാലും വെള്ളവും കൂടെ 1/2 കപ്പ് ഉണ്ട്. ഇനി ആ പഞ്ചസാര സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന പഞ്ചസാരയൊക്കെ അതിലേക്ക് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ശരിക്കും പഞ്ചസാര ചേർക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുള്ളൂ. കമ്പാരിറ്റീവ്ലി കുറച്ച് മധുരം കുറവാണ്. അപ്പോൾ മധുരം കൂടുതൽ വേണ്ടവർക്ക് 2 to 2.5 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. അപ്പോൾ പാല് ചെറുതായിട്ടൊന്ന് തിള വന്ന് തുടങ്ങുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അതവിടെ മാറ്റി വയ്ക്കാം. ഇനി മെയിനായിട്ടുള്ള ചേരുവകൾ തയ്യാറാക്കാം. ഒരു മുട്ട വേണം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട ഒന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ഒരു 4 തുള്ളിയൊക്കെ മതിയാവും. അപ്പം അതും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് റവയാണ് ചേർക്കാനുള്ളത്. 1/2 കപ്പ് റവ. അപ്പോൾ ഓൾറെഡി നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ വറുത്തിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ ആ വറുത്ത റവ തന്നെയാണ്. റവയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നല്ല തിക്കായിട്ട് കിട്ടും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പാലിൻ്റെ ആ കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു ഇളം ചൂടോട് കൂടെ വേണം ആ പാലിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ആദ്യം പകുതി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതായത് 1/4 കപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പോൾ കുറച്ച് ലൂസായിട്ട് തോന്നും. നമ്മളിനി ഒരു 10 മിനിറ്റ് നേരം അവിടെ മൂടി വെക്കണം. 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ അത് നല്ലോണം തിക്കായിട്ടുണ്ടാവും. അപ്പോൾ ഈ പാലവിടെ മാറ്റി വയ്ക്കാം. പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ? റവ കുതിർന്ന് വെള്ളമൊക്കെ വറ്റി പോയിട്ടുണ്ട്. നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ നെയ്യ് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ച പാല്, 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കട്ടയില്ലാതെ മിക്സ് ചെയ്യണം. വിസ്ക് വെച്ച് മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. എല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം. അധികം ലൂസാവാനും പാടില്ല, അധികം തിക്കാവാനും പാടില്ല. ഇനി നമ്മൾ കാരമൽ ഒഴിച്ചു വെച്ച ആ ടിന്നിലേക്ക് ഈ മിക്സ് ഒഴിച്ചു വെച്ച് കൊടുക്കാം. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ഫോയിൽ പേപ്പർ വെച്ചൊന്ന് കവർ ചെയ്യാം.
ഇനി ഇത് സ്റ്റീം ചെയ്താണ് എടുക്കേണ്ടത്. ഒരു സ്റ്റീമർ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇത് ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഒരു 15 മിനിറ്റിനുള്ളിൽ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ് കുക്ക് ചെയ്യാം. 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു വുഡൻ ടൂത്ത് പിക്കോ അങ്ങനെ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കിയാൽ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം അത് നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നാണ്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് കമഴ്ത്തിയെടുക്കാം. അപ്പോൾ സൈഡൊക്കെ ഒന്ന് ഒരു നൈഫ് വെച്ചിട്ടൊന്ന് വിടിച്ച് എടുക്കുകയാണെങ്കിൽ നല്ല വൃത്തിക്ക് ഒട്ടിപ്പിടിക്കാതെ പ്ലേറ്റിലേക്ക് കിട്ടും. പ്ലേറ്റിലേക്ക് കമഴ്ത്തിയതിന് ശേഷം മേലെ ഒന്ന് തട്ടി കൊടുക്കാം. അപ്പോൾ ശരിക്കത് വിട്ട് വരും. കണ്ടോ, നല്ല അടിപൊളി കാരമൽ റവ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇത് പുഡിംഗ് എന്ന് പറയാം, കേക്കെന്നും പറയാം, എങ്ങനെ വേണമെങ്കിലും പറയാം. കേക്കിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് വരുമല്ലോ, വാനില എസൻസ് ഒക്കെ ചേർത്തത് കൊണ്ട് കേക്കിൻ്റെയൊക്കെ ഒരു ടേസ്റ്റൊക്കെ വരും. നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. നമ്മുടെ വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ച് തന്നെ ചെയ്യാം. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എന്തായാലും ഫ്ലോപ്പ് ആവില്ല, അത് ഉറപ്പാണ്. നല്ല ടേസ്റ്റുമാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള പലഹാരങ്ങൾ തയ്യാറാക്കാൻ ആർക്കും വലിയ മടിയൊന്നും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും നല്ലതെന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, കാണാൻ തന്നെ എന്തൊരു ഭംഗിയ, കഴിക്കാനും അതേപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പം നല്ല എളുപ്പത്തിൽ നല്ല ടേസ്റ്റുള്ള ഒരു പുഡിംഗ് അഥവാ കേക്ക് കഴിക്കാം. താങ്ക് യു.